നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊരട്ടി കോനൂർ സ്വദേശി പൈനാടത്ത് പൗലോസിന്റെ വീടിനോട് ചേർന്നുള്ള ഫാമിലെ 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നു. സംഭവ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ പരിധിയിലുള്ള കൂവക്കാട്ട് കുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 250ഓളം കോഴികളെ കഴിഞ്ഞ ദിവസം കുറുനരി കടിച്ചു കൊന്നിരുന്നു. പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു. കേളിപ്പാടം പനിയത്ത് വിജയന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത്. 5 മാസം ഗർഭിണിയായിരുന്നു. പശുവിനെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത് പോലീസ്. ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം. ടെക് ഫെസ്റ്റിന്റെ ചുമതലക്കാരായിരുന്നു പ്രതി ചേർക്കപ്പെട്ട 2 പേരും. അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന മിനി പിക്കപ്പ് ലോറിക്ക് പിറകിൽ ഇടിച്ചു. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. പെരിഞ്ഞനം സെൻട്രൽ ഗവൺമെന്റ് UP സ്കൂളിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഗ്യാസ് ഏജൻസിയുടെ മിനി പിക്കപ്പ് ലോറിയുടെ പിറകിലാണ് ബസ് ഇടിച്ചത്. പാലക്കാട് ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് ഓവറോൾ കിരീടം. 207 പോയിന്റ് നേടിയാണ് കൊടുങ്ങല്ലൂർ THS സ്കൂൾ 2ാം വട്ടവും കിരീടം ഉറപ്പിച്ചത്. 198 പോയിന്റോടെ കോഴിക്കോട് ടെക്നിക്കൽ ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും 181 പോയിന്റോടെ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 3ാം സ്ഥാനത്തും എത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആലോചനാ യോഗം തീരുമാനിച്ചു. ആഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് VR സുനിൽകുമാർ MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലപ്പൊലിയുടെ സുഗമമായ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് ഇനി വേറെ ലെവൽ. ഹൈടെക് രീതിയിൽ പുനർനിർമ്മിച്ച ജനറൽ ആശുപത്രിക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട പിണ്ടി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പുതുവത്സര സമ്മാനമാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ 2 ദിവസമായി നടന്നുവരുന്ന നിറവ് നാട്ടുത്സവം സമാപിച്ചു. കലോത്സവത്തിന് തുടക്കം കുറിച്ച് കാവിൽക്കടവിൽ നിന്ന് ഒട്ടേറെ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ പങ്കെടുത്ത ഘോഷയാത്ര മുത്തുകുടകളും ബലൂണുകളും വാദ്യമേളങ്ങളും എല്ലാം ചേർന്ന് വർണ്ണശബളമായി. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മൂത്തുകുന്നം പല്ലേക്കാട് വീട്ടിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത്. ആനപ്പാപ്പാനായും ബസ്സിലെ ക്ലീനറായും ജോലി ചെയ്തു വന്നിരുന്ന ഇയാൾ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഷണ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റിലാകുന്നത്. യൂത്ത് കോൺഗ്രസ് ശ്രീനാരായണപുരം മണ്ഡലം പ്രസിഡന്റായി അത്തിക്ക് പടിയത്ത് ചുമതലയേറ്റു. അഞ്ചങ്ങാടി നെഹ്റു ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനമൊഴിയുന്ന മുൻ മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് ഷഹീൻ അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.